ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സയൻസിന്റെ ഭാഗത്ത് വരുന്ന ഫിസിക്സിന്റെ ഭാഗത്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വരാൻ പോകുന്ന ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾക്ക് 100% ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുന്നതിലൂടെ PSCയുടെ ഒരു പൾസ് മനസ്സിലാക്കാനും ഏതൊക്കെ ഭാഗമാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാനും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് PSCയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കുമ്പോൾ അതിന്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊരു അനാലിസിസ് നടത്താനും ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുന്നതിലൂടെ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ടാണ് പോകേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്ന സമയത്ത് ഒന്നിന് നമ്പർ ഇട്ടിട്ട് നിങ്ങൾക്ക് അതിന്റെ ആൻസർ എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു സെഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഇപ്പോൾ നിങ്ങൾ പഠിക്കാത്തൊരു പോർഷനിലുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നതെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആൻസർ ശരിയാക്കാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് പഠിച്ചു പോകാൻ പറ്റും. പിന്നീട് നിങ്ങൾ ആ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതേപോലെ എല്ലാ ഏരിയാസും കവർ ചെയ്ത് വരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമുക്കൊന്ന് തുടങ്ങി നോക്കാം എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: തന്നിരിക്കുന്ന ഏകകങ്ങളിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഇപ്പൊ കുറച്ച് യൂണിറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ, കിലോഗ്രാം, മില്ലിഗ്രാം, ഗ്രാം, മില്ലിമീറ്റർ, ഇത്രയും ഏകകങ്ങൾ അല്ലെങ്കിൽ യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക, ഓഡ് വണ്ണിനെ കണ്ടെത്തുക. നിങ്ങൾ ഒന്നൊന്ന് നമ്പർ ഇട്ട് ഇതിന്റെ ആൻസർ ഒന്ന് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അറിയില്ലെങ്കിൽ സാരമില്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ മതി. തെറ്റിപ്പോകുന്ന ഒന്നും കുഴപ്പമില്ല. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, എഴുതിയല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? സ്ഥിരമായിട്ട് പരീക്ഷകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. ഫോക്കസ് ദൂരം എത്ര? ചെയ്തു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണേ. 3. താഴെ തന്നിരിക്കുന്നവയിൽ ബ്രൗൺ എനർജി ഏതാണ്? ബ്രൗൺ എനർജി. ഓക്കെ, ബ്രൗൺ എനർജി ഇതും പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ഇതൊക്കെ പ്രീവിയസ് ആണ്, ഞാൻ പറയേണ്ടതില്ല. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കലുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ബ്രൗൺ എനർജി ഏതാണ്? ബ്രൗൺ എനർജി. ഓക്കെ, എഴുതിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിന്റെ വക്രത ആരം എത്ര? ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിന്റെ വക്രത ആരം എത്രയാണ്? ഓക്കെ, ചെയ്തു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ വസ്തുവിന്റെ ആക്കം എത്ര? ഓക്കെ, 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ വസ്തുവിന്റെ ആക്കം എത്ര എന്നുള്ളതാണ് ചോദ്യം. ആക്കം, മൊമെന്റം ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊരു പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒരു മിനിറ്റ് പോലും വേണ്ട. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ഇച്ചിരി സമയം തരാം. ഒന്ന് ആൻസർ ചെയ്ത് എഴുതുക. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണേ. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ വസ്തുവിന്റെ ആക്കം എത്ര? നെക്സ്റ്റ്, എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്, എനർജി എന്ന് പറഞ്ഞാൽ ഊർജ്ജമാണ്, നിങ്ങൾക്കറിയാം. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഓക്കെ, എഴുതിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏതൊരു പദാർത്ഥത്തിനും അതിന്റെ തന്നെ അവസ്ഥ തുടരാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. ഇത് താഴെ പറയുന്നതിൽ ഏത് ഗുണമാണ്? ഏതൊരു പദാർത്ഥത്തിനും അതിന്റെ തന്നെ അവസ്ഥ തുടരാനുള്ള പ്രവണത, അതിൽ നിന്നാണ് ചലന നിയമങ്ങൾ വന്നിട്ടുള്ളത്. ഈ ഒരു പ്രവണതയ്ക്ക് പറയുന്ന പേരെന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ചെയ്തു എന്ന് വിചാരിക്കുന്നു, അറിയാമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ. അടുത്ത ചോദ്യം. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ട്? ഏത് ബലം കാരണമാണ് ചോക്ക് ഉപയോഗിച്ച് നമ്മൾ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന സമയത്ത് ആ ചോക്ക് കണങ്ങൾ അതിൽ പറ്റിപ്പിടിക്കാൻ കാരണമായ ബലം ഏതാണെന്നാണ് ചോദ്യം. 10.
1000 കിലോഗ്രാം മാസുള്ള കാറും 2000 കിലോഗ്രാം മാസുള്ള ബസ്സും ഒരേ പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ ഏതിനാണ് ആക്കം കൂടുതൽ? 1000 kg മാസുള്ള കാറും 2000 kg മാസുള്ള ബസ്സും ഒരേ പ്രവേഗത്തിൽ സഞ്ചരിച്ചാൽ ഏതിനാണ് ആക്കം കൂടുതൽ? ചെയ്യാൻ സമയം വേണോ? ഇതും എളുപ്പമാണ്. നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റിൽ പോലും സമയം വേണ്ട, കാണുമ്പോൾ തന്നെ ആൻസർ കിട്ടും. അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പഠിച്ചു വരുമ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ സെറ്റ് ആകും. ഒക്കെ എളുപ്പമാണ് കേട്ടോ. സയൻസ് ഒക്കെ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന, സ്കോർ ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം: പാക്കുവെട്ടി, ചവണ, ഞാരങ്ങ ഞെക്കി, കത്രിക. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏതാണ്? ഓക്കെ, ദോലന ചലനം അല്ലാത്തത് കേട്ടോ, അല്ലാത്തത് ഏതാണ്? ഓക്കെ, എഴുതിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജത്തിന് എന്ത് സംഭവിക്കും? മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജത്തിന് എന്ത് സംഭവിക്കും? ഓക്കെ, എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇത് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതും സ്ഥിരമായിട്ട് ഈ ഒരു മോഡലിലെ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഇത് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്, നമുക്ക് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണ്? ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണ്? ഓക്കെ, നെക്സ്റ്റ്. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി. ഓക്കെ, ഇപ്പൊ 15 ക്വസ്റ്റ്യൻസ് അല്ലേ? 15 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പം ഒരു ട്രയൽ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ സെഷൻസുമായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഈ 15 ക്വസ്റ്റ്യൻസ് ഒരുവിധം കുറെ ഏരിയാസ് ഒക്കെ കവർ ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. ഈ 15 എണ്ണത്തിൽ നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയാക്കാൻ പറ്റി എന്നുള്ള കാര്യം നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. പഠനമൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ദിശയിലാണോ പോകുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ആൻസേഴ്സിലോട്ട് പോയാലോ? നമുക്ക് നിങ്ങൾ ശരിയായിട്ട് എഴുതിയെങ്കിൽ ടിക്ക് ഇടുക. അവസാനം എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും കമന്റ് ചെയ്യണം കേട്ടോ. നോക്കാം. താഴെ തന്നിരിക്കുന്ന ഏകകങ്ങളിൽ നിന്നും ഒറ്റയാനയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കിലോഗ്രാം, മില്ലിഗ്രാം, ഗ്രാം, മില്ലിമീറ്റർ. നോക്കിക്കേ, ഈ കിലോഗ്രാം, മില്ലിഗ്രാം, ഗ്രാം എന്നൊക്കെ പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണടാ? എന്തിന്റെ യൂണിറ്റ് ആണ്? മാസിന്റെ യൂണിറ്റ് ആണ് അല്ലേ? മാസിന്റെ യൂണിറ്റ് ആണ്. കിലോഗ്രാം, മില്ലിഗ്രാം, ഗ്രാം എന്നൊക്കെ പറയുന്നത് മാസിന്റെ യൂണിറ്റ് അല്ലേ? മാസ് ആക്കാനുള്ള അല്ലെങ്കിൽ പിണ്ഡമളക്കാനുള്ള യൂണിറ്റ് അല്ലേ? ആണ്. മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലോ? മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തളക്കാനുള്ള യൂണിറ്റ് ആണ്? മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ നീളം അളക്കുന്ന യൂണിറ്റ് ആണ് അല്ലെ? നീളം അളക്കുന്ന യൂണിറ്റ് ആണ് മില്ലിമീറ്റർ. അപ്പൊ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് മില്ലിമീറ്റർ ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മില്ലിമീറ്റർ ആണ് കൂട്ടത്തിൽ പെടാത്തത്. ഇനി മാസ് അളക്കാനുള്ള SI യൂണിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? മാസിന്റെ SI യൂണിറ്റ് അത് കിലോഗ്രാം ആണ്. മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. ആ കിലോഗ്രാമിനേക്കാൾ ചെറിയ യൂണിറ്റുകളാണ് മില്ലിഗ്രാമും ഗ്രാമും ഒക്കെ. ഇനി നീളത്തിന്റെ SI യൂണിറ്റ് ചോദിച്ചാൽ എന്ത് പറയും? നീളത്തിന്റെ SI യൂണിറ്റ് ചോദിച്ചാൽ മീറ്റർ പറയും. ആ മീറ്ററിനേക്കാൾ ചെറിയ യൂണിറ്റ് ആണ് മില്ലിമീറ്റർ, സെന്റിമീറ്റർ മുതലായ കാര്യങ്ങൾ. ഓക്കെ, ബാക്കി നമ്മുടെ കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ആ മീറ്ററിനേക്കാൾ വലിയ യൂണിറ്റുകളാണ്. അപ്പൊ ഇവിടെ മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ നീളം അളക്കാനുള്ള യൂണിറ്റ് ആണ്. ബാക്കിയുള്ളതൊക്കെ മാസ് അളക്കുന്ന യൂണിറ്റ് ആണ്. അപ്പൊ ഒറ്റയാൻ മില്ലിമീറ്റർ ആണ്. യൂണിറ്റുകൾ എന്ന് പറയുന്ന ഭാഗം നന്നായി പഠിക്കണം. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് തന്നെ വരാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? ഗോളീയ ദർപ്പണങ്ങൾ എന്താണ്? ഗോളീയ ദർപ്പണങ്ങൾ നമുക്ക് ഇപ്പൊ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി, വീട്ടിൽ മുഖം നോക്കുന്ന കണ്ണാടി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതലം എങ്ങനെ ഇരിക്കും? സമാന്തരമായിട്ട് അല്ലെങ്കിൽ നല്ല സമതലമായിട്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കും. വളവോ തിരിവോ ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടിരിക്കും. ഇങ്ങനെയുള്ള ദർപ്പണങ്ങളെ നമ്മൾ സമതല ദർപ്പണങ്ങൾ അല്ലെങ്കിൽ പ്ലെയിൻ മിറർ എന്നാണ് പറയുക. സമതല ദർപ്പണം അല്ലെങ്കിൽ പ്ലെയിൻ മിറർ എന്ന് പറയും. ഇനി ഒരു ദർപ്പണം ഒരു ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. അതായത് ഇങ്ങനെ ഒരു ദർപ്പണം ഉണ്ടെന്ന് ആലോചിച്ചേ. ഇങ്ങനെ ഒരു ദർപ്പണം ഇരിപ്പുണ്ട്. ഇതൊരു ദർപ്പണമാണ്, ഇതൊരു കണ്ണാടിയാണ്. ഈ കണ്ണാടി ഇങ്ങനെ വളഞ്ഞല്ലേ ഇരിക്കുന്നത്?
ഇത്രയേ ഉള്ളൂ കേട്ടോ കണ്ണാടി. ഈ കണ്ണാടിനെ വെറുതെ നമ്മളിങ്ങനെ വരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇതൊരു ഗോളം പോലെ നമുക്ക് തോന്നില്ലേ? ഒരു ഗോളമായിട്ട് നമുക്ക് കിട്ടില്ലേ? ഇങ്ങനെ ഒരു ദർപ്പണം ഒരു ഗോളത്തിന്റെ ഭാഗമായി വരികയാണെങ്കിൽ, ഒരു ദർപ്പണം ഒരു ഗോളത്തിന്റെ ഭാഗമായി വരികയാണെങ്കിൽ അങ്ങനെയുള്ള ദർപ്പണങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഗോളീയ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ സ്പെറിക്കൽ മിറേഴ്സ്. ഓക്കെ, ഒരു കണ്ണാടി എന്ന് പറയുമ്പോൾ അതിന്റെ രണ്ട് വശവും നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, അതിന്റെ ഒരു വശമല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരു കണ്ണാടിയുടെ. അപ്പൊ ഇവിടെ ഞാനൊരു കണ്ണാടി എടുത്തിരിക്കുന്നു. അത് ഇങ്ങനെ വരയായിട്ട് കാണിച്ചിരിക്കുന്നത് നമുക്ക് മുഖം കാണാൻ പറ്റാത്ത വശമാണ്. ഒന്ന് വരയൊന്നും ഇല്ലാതെ നന്നായിട്ടിരിക്കുന്നത് നമുക്ക് മുഖം കാണാൻ പറ്റുന്ന ഭാഗമാണ്. ഓക്കെ, പറ്റുന്ന ഭാഗം. ഇങ്ങനെ മുഖം കാണാൻ പറ്റുന്ന ആ ഒരു ഭാഗമില്ലേ, ആ ഒരു സൈഡിനെ നമ്മൾ വിളിക്കുന്നത് പ്രതിപതന തലം എന്നാണ്. പ്രതിപതന തലം അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് വിളിക്കും. പ്രതിപതന തലം അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് വിളിക്കും. ഇനി ഞാൻ മറ്റൊരു കണ്ണാടി എടുക്കുന്നു. ഇങ്ങനെ ഒരു കണ്ണാടി എടുക്കുന്നു. ഇങ്ങനെ വളർന്നിരിക്കുന്ന ഒരു കണ്ണാടി. ഇതിന്റെ ഈ ഭാഗത്ത് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വരാന്ന് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇതിനെ ഞാൻ ഇങ്ങനെ വരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെയും എനിക്കൊരു ഗോളം പോലെ കിട്ടില്ലേ? ഒരു ഗോളം പോലെ കിട്ടില്ലേ? ഈ പ്രതിപതന തലം ഒരു ഗോളത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നില്ലേ? ഇതാണ് ഇവിടുത്തെ പ്രതിപതന തലം കേട്ടോ. നമ്മളിങ്ങനെ വരയായിട്ട് കാണിക്കാതെ നമുക്ക് മുഖം കാണാൻ പറ്റുന്ന ഭാഗമാണ് പ്രതിപതന തലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കാണുന്ന രണ്ട് ചിത്രങ്ങളും ഒരു ഗോളീയ ദർപ്പണത്തെ സൂചിപ്പിക്കുന്നു, സ്പെറിക്കൽ മിററിനെ സൂചിപ്പിക്കുന്നു. ഈ ആദ്യത്തെ ചിത്രം, ഈ എ എന്ന് പറയുന്ന ആദ്യത്തെ ചിത്രത്തിനകത്ത് പ്രതിപതന തലം അകത്തേക്ക് കുഴിഞ്ഞിരിക്കുകയല്ലേ? നമ്മളൊരു സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ ആ സ്പൂണിന്റെ കറി കോരുന്ന ഈ ഒരു ഭാഗമില്ലേ, ഇതേപോലെ അകത്തേക്ക് കുഴിഞ്ഞല്ലേ ഈ ഒരു ദർപ്പണം ഇരിക്കുന്നത്, എ എന്ന് പറയുന്ന ദർപ്പണം. ഇങ്ങനെ പ്രതിപതന തലം അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന ദർപ്പണങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് കോൺകേവ് ദർപ്പണങ്ങൾ. കോൺകേവ് ദർപ്പണങ്ങൾ. ഓക്കെ, ഇനി ഇപ്പുറത്ത് കാണുന്ന ഈ ബി എന്ന് പറയുന്ന ദർപ്പണമാണെങ്കിലോ ഈ സ്പൂണിന്റെ പുറം ഭാഗം പോലെ ഇരിക്കുന്നില്ലേ? ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ. നമ്മളൊരു സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ അതിന് കുഴിഞ്ഞ ഭാഗവും ഉണ്ട്, ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗവും ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ പ്രതിപതന തലം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അത്തരം ദർപ്പണങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് കോൺവെക്സ് ദർപ്പണങ്ങൾ. കോൺവെക്സ് ദർപ്പണം എന്ന് പറയും. കോൺവെക്സ് ദർപ്പണങ്ങൾ എന്ന് പറയും. ഓക്കെ, അപ്പോ പ്രതിപതന തലം അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന ദർപ്പണങ്ങൾ കോൺകേവ് ദർപ്പണങ്ങൾ, പ്രതിപതന തലം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ദർപ്പണങ്ങൾ കോൺവെക്സ് ദർപ്പണങ്ങൾ. ഓക്കെ, കോൺവെക്സ് ദർപ്പണങ്ങൾ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കേന്ദ്രം, ഇപ്പൊ ഇതൊരു വൃത്തമാണെന്ന് സങ്കല്പിക്കാം. പ്രതിപതന തലം ഗോളത്തിന്റെ ഭാഗമായിട്ട് വരുന്നു എന്ന് പറഞ്ഞു അല്ലെ? ഇതിനൊരു കേന്ദ്രം ഉണ്ടാവുമല്ലോ. ഈ ഗോളത്തിനൊരു കേന്ദ്രം ഉണ്ടാവില്ലേ? ആ കേന്ദ്രം തൊട്ട് ഈ ദർപ്പണം വരെയുള്ള ഈ ഒരു ദൂരം ഇല്ലേ, കേന്ദ്രം തൊട്ട് ദർപ്പണം വരെയുള്ള ഈ ഒരു ദൂരം, ഇതിനെയാണ് നമ്മൾ ആർ എന്ന അക്ഷരം ഉപയോഗിച്ച് കാണിക്കുന്നത്. വക്രത ആരം എന്ന് പറയും, റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. വക്രത ആരം അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. ആർ എന്ന അക്ഷരം ഉപയോഗിച്ച് കാണിക്കും. ഇനി ഗോളീയ ദർപ്പണങ്ങളിൽ മറ്റൊരു പോയിന്റ് ഉണ്ട്. ദർപ്പണമാണെങ്കിലും ലെൻസ് ആണെങ്കിലും ഒക്കെ ഫോക്കസ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ആ ഫോക്കസിനെ പറ്റിയൊക്കെ നിങ്ങൾ ഈ ഒരു ദർപ്പണവുമായി ബന്ധപ്പെട്ട പോർഷൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും. നമുക്ക് ഈ PYQ സെഷനിൽ എല്ലാം കൂടി ഉൾപ്പെടുത്താൻ പറ്റില്ല, ജസ്റ്റ് ഇത് മനസ്സിലാക്കാം. ഫോക്കസ് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ട് ഈ ദർപ്പണങ്ങളിൽ. ഫോക്കസ് ഓക്കെ, ഫോക്കസ് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ട്. ഫോക്കസ് എന്ന് പറയുന്നൊരു പോയിന്റ്. ഈ ഫോക്കസ് തൊട്ട് ഈ ദർപ്പണം വരെയുള്ള ഈ ഒരു ദൂരം ഇല്ലേ, ഇത്രയും ദൂരം, ഈ ദൂരത്തിനെ നമ്മൾ ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസ് ദൂരം എന്നാണ് പറയുക. ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ എന്ത് പറയും? ഫോക്കസ് ദൂരം എന്ന് പറയും. ഇത്രയും ദൂരത്തിനെയാണ് ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ആ ഒരു വക്രത ആരവും ഫോക്കസ് ദൂരവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റിലേഷൻ, ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് R = 2F. നിങ്ങൾ ഇത് പഠിക്കുക. R = 2F എന്നുള്ള ഈ ഒരു ഇക്വേഷൻ പഠിക്കുക. ഇത് മിക്കവാറും എല്ലാ പരീക്ഷയിലും തന്നെ ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. R = 2F. ഇതിൽ നിന്ന് F എങ്ങനെ എഴുതാം? F ഇക്വേഷൻ എങ്ങനെ എഴുതാം? R/2 എന്ന് എഴുതിക്കൂടെ? F R/2 എന്ന് നമുക്ക് ഇക്വേഷൻ എഴുതാം അല്ലെ? അപ്പൊ R = 2F അല്ലെങ്കിൽ F R/2 ഈ ഒരു രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം അല്ലെ? അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. അപ്പൊ തന്നിരിക്കുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ വക്രത ആരമാണോ ഫോക്കസ് ദൂരമാണോ തന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലായില്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കും. ഓക്കെ, വക്രത ആരമാണ് തന്നേക്കുന്നത്? 6 ആണ് തന്നേക്കുന്നത്, 40 സെന്റിമീറ്റർ.
ഇതിന്റെ ഫോക്കസ് ദൂരമാണ് കാണാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ F is equal to R/2 ആണ് ഇക്വേഷൻ അല്ലെ. R/2 ചെയ്യുന്നു, 40/2 ചെയ്യുന്നു, ഉത്തരം 20 എന്ന് കിട്ടി. ഓക്കെ, 20 എന്ന ആൻസർ കിട്ടി. നമുക്ക് ഭയങ്കര സന്തോഷമായി. 20 എന്നുള്ള ആൻസർ കിട്ടിയല്ലോ എന്ന് സന്തോഷമായി. പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നോക്കിയപ്പോൾ 20 എന്ന് കിടക്കുന്ന ഓപ്ഷൻ ബി എന്നുള്ള ആൻസർ നമ്മൾ കണ്ടു. ചിലരെങ്കിലും ആ ഓപ്ഷൻ ബി സെലക്ട് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, പക്ഷെ അവിടെ ഒരു ട്രാപ്പ് ഉണ്ട്. ഓപ്ഷൻ ബി സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ആൻസർ തെറ്റാണ്, നെഗറ്റീവ് മാർക്ക് വന്നു. എന്താണ് പ്രശ്നം? യൂണിറ്റ് നോക്കൂ, ക്വസ്റ്റ്യനിൽ യൂണിറ്റ് സെന്റിമീറ്റർ അല്ലേ. ഇവിടെ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി തന്നെ അവിടെ മീറ്റർ എന്ന ആൻസർ കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. ഓപ്ഷൻ ഡിയിലേക്ക് വരുമ്പോഴാണ് കറക്റ്റ് ആൻസർ നമുക്ക് കാണാൻ പറ്റുക 20 സെന്റിമീറ്റർ. അപ്പൊ എവിടെയൊക്കെ ട്രാപ്പ് വരുമെന്ന് കണ്ടോ? ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് ഇക്വേഷൻ കണ്ടുപിടിച്ച് ആൻസറും ചെയ്തു. യൂണിറ്റ് നോക്കിയില്ലെങ്കിൽ അവിടെ ട്രാപ്പാണ്, നമ്മൾ ആൻസർ തെറ്റായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 20 സെന്റിമീറ്റർ. ഓക്കെ, 20 സെന്റിമീറ്റർ ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അപ്പൊ ഇത് ശരിയാക്കിയ ആൾക്കാർ ടിക്കറ്റ് വെക്കുക കേട്ടോ. നമുക്ക് ഇത് നിങ്ങൾക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടില്ല. നമുക്കിതൊരു PYQ സെഷൻ ആയതുകൊണ്ട് നമുക്ക് വരുന്ന സെഷൻസിൽ അതൊക്കെ പഠിക്കാം. അതേപോലെ നമ്മുടെ ക്ലാസ്സിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട മിറേഴ്സ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്തൊക്കെ നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ് കേട്ടോ. ശരി, അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ ബ്രൗൺ എനർജി ഏത്? ബ്രൗൺ എനർജി, നമുക്ക് എനർജീനെ ബ്രൗൺ എനർജി എന്നും ഗ്രീൻ എനർജി എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ബ്രൗൺ എനർജിയും ഉണ്ട്, ഗ്രീൻ എനർജിയും ഉണ്ട്. ഈ ഗ്രീൻ എനർജീനെ തന്നെ നമ്മൾ ക്ലീൻ എനർജി എന്നും വിളിക്കാറുണ്ട്. ഗ്രീൻ എനർജി അല്ലെങ്കിൽ ക്ലീൻ എനർജി. എന്താണ് സംഭവം? ഇപ്പോ നമ്മളൊരു എനർജി, നമ്മളൊരു ഊർജ്ജ സ്രോതസ് ഉപയോഗിക്കുന്നു, നമ്മൾ വിറക് ഉപയോഗിക്കുന്നു. ഓക്കെ, ഈ ഒരു ഊർജ്ജ സ്രോതസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് പരിസരത്തിന് മലിനീകരണം ഉണ്ടാക്കുന്നുവെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എനർജി നമ്മുടെ അന്തരീക്ഷത്തിന് അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിക്ക് മലിനീകരണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്തരം ഊർജ്ജ സ്രോതസ്സുകളെ നമ്മൾ ബ്രൗൺ എനർജി എന്ന് വിളിക്കും. ഇനി അന്തരീക്ഷ മലിനീകരണം, നമ്മുടെ പരിസ്ഥിതിക്ക് മലിനീകരണം ഒന്നും ഉണ്ടാക്കുന്നില്ല എങ്കിൽ അത്തരം ഊർജ്ജ സ്രോതസ്സുകളെ നമ്മൾ ഗ്രീൻ എനർജി അല്ലെങ്കിൽ ക്ലീൻ എനർജി അല്ലെങ്കിൽ ഹരിതോർജം എന്ന് വിളിക്കും. ഹരിതോർജം. ഓക്കെ, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാത്തത് ഹരിതോർജമാണ്, ഗ്രീൻ എനർജിയാണ് അല്ലെങ്കിൽ ക്ലീൻ എനർജിയാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഇവിടെ ബ്രൗൺ എനർജിയാണ് ക്വസ്റ്റ്യൻ. ബ്രൗൺ എനർജി എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന എനർജി. ഇതിൽ ഏതെന്നാണ് ചോദ്യം. അതേതാണ്? നോക്കൂ, ന്യൂക്ലിയർ എനർജിയാണ്. ന്യൂക്ലിയർ എനർജി. ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റസ്, അടുക്കളയിൽ നിന്ന് വരുന്ന വേസ്റ്റും ചാണകവും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഊർജ്ജമാണ് ബയോഗ്യാസ് അല്ലെ. അത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഓക്കെ, സൗരോർജം, സൂര്യന്റെ ഊർജ്ജം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നുണ്ടോ? സൂര്യന്റെ ഊർജ്ജം ഉപയോഗിച്ച് നമ്മൾ സോളാർ പാനൽ ഉപയോഗിച്ച് കറണ്ട് ഉണ്ടാക്കുന്നു. അവിടെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, കാറ്റാടി യന്ത്രങ്ങൾ, വിൻഡ് മില്ലുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? വിൻഡ് മില്ലിൽ നിന്ന് നമ്മൾ എനർജി അല്ലെങ്കിൽ വൈദ്യുതി ഉണ്ടാക്കാറില്ലേ? അവിടെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഇതൊക്കെ ഈ തന്നിരിക്കുന്ന ബയോഗ്യാസ്, സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, വെള്ളത്തിൽ നിന്നുള്ള ഊർജം, ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഇതൊക്കെ ഗ്രീൻ എനർജിയാണ് അല്ലെങ്കിൽ ഹരിതോർജമാണ്. ന്യൂക്ലിയർ ഊർജ്ജം എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് റേഡിയേഷൻസും അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിന് സുഖകരമല്ലാത്ത പല വസ്തുക്കളും പുറത്തേക്ക് വരുന്നുണ്ട്, മാലിന്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ബ്രൗൺ എനർജിയുടെ കൂട്ടത്തിലാണ് വരിക. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ട സെയിം മോഡലിലെ ക്വസ്റ്റ്യൻ. നേരത്തെ പറഞ്ഞ ചെറിയൊരു വ്യത്യാസം ഇവിടെ വരുന്നുള്ളൂ. ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിന്റെ വക്രത ആരം കാണുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഫോക്കൽ ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. 20 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. വെറുതെ ബ്ലൈൻഡ് ആയിട്ട് പകുതി എടുക്കുക ഇരട്ടി എടുക്കുക എന്ന് പഠിക്കരുത്. എന്താണ് തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. വക്രത ആരമാണ് കാണേണ്ടത്? ആറാണ് കാണേണ്ടത്. ഇക്വേഷൻ എന്താ? R = 2F അല്ലെ. R = 2F. 2 × 20 40 സെന്റിമീറ്റർ. അപ്പൊ ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 40 സെന്റിമീറ്റർ ആണ് ഉത്തരം. 5. 10 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തു 5 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ വസ്തുവിന്റെ ആക്കം എത്ര? വസ്തുവിന്റെ ആക്കം എത്ര? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആക്കം അല്ലെങ്കിൽ മൊമെന്റം. ഇക്വേഷൻ അറിയോ നിങ്ങൾക്ക്? ആക്കം അല്ലെങ്കിൽ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ അറിയോ? മൊമെന്റത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരമാണ് പി. P = mv എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, P = mv. P = mv. m എന്താ? m മാസ് ആണ്. അപ്പൊ P = മാസ് ഇൻറ്റു വെലോസിറ്റി.
P സമം മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലെങ്കിൽ മാസ് ഇൻറ്റു പ്രവേഗം. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. P is equal to മാസ് ഇൻറ്റു ഡാഷ്. ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇക്വേഷൻ ഉൾപ്പെടെ PS ചോദിച്ചതാണ്, പഠിച്ചു വെക്കാം. P is equal to mv ആണ്, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്, മാസ് ഇൻറ്റു പ്രവേഗമാണ്. ചെയ്താൽ എങ്ങനെ ആൻസർ കിട്ടും? സോറി കേട്ടോ. വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ P is equal to 10 × 5 50 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ്. അപ്പൊ ആക്കത്തിന്റെ യൂണിറ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആക്കത്തിന്റെ യൂണിറ്റ് മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണെന്ന് അറിയാമല്ലോ. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ആക്കത്തിന്റെ യൂണിറ്റ്. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആക്കം ഒരു സദിശ അളവാണ്. ആക്കം എന്തളവാണ്? ആക്കം ഒരു സദിശ അളവാണ്. സദിശ അളവാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരം പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനുമാണ്. എനർജി, ഊർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ജൂൾ അല്ലെ? ഊർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ജൂൾ ആണ്. ഊർജ്ജത്തിന്റെ മാത്രമാണോ? എന്ന് പഠിക്കാം അല്ലെ? ഊർജം, താപം, പ്രവൃത്തി. ഊർജം, താപം, പ്രവൃത്തി എന്നിവയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ഊർജം, താപം, പ്രവൃത്തി ഇത് മൂന്നിന്റെയും യൂണിറ്റ് എന്താണ്? ജൂളാ വരുന്നത്. ഊർജം, താപം, പ്രവൃത്തി യൂണിറ്റ് ജൂൾ ആണ് വരുന്നത്. ഓക്കെ, ഇനി ഈ ഊർജത്തിന്റെ അല്ലെങ്കിൽ താപത്തിന്റെ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ജൂൾ പറയുക. ഇതിന്റെ CGS യൂണിറ്റ് ഏതാ? CGS യൂണിറ്റ് എർഗ്. ഓക്കെ, ഇതിന്റെ CGS യൂണിറ്റ് ചോദിച്ചാൽ എർഗാണ്. എർഗാണ്. ഒരു ജൂൾ സമം എത്ര എർഗാണെടാ? ഒരു ജൂൾ സമം 10⁻7 എർഗാണ്. ഒരു ജൂൾ സമം എത്ര എർഗാണ്? ഒരു ജൂൾ സമം 10⁻7 എർഗാണ്. ഓക്കെ, 10⁻7 എർഗ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഏതൊരു പദാർത്ഥത്തിനും അതിന്റെ തന്നെ അവസ്ഥ തുടരാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. ഇത് ഏത് ഗുണമാണ്? ഏതാ? ആൻസർ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. ജഡത്വമാണ്. അതായത് ഒരു വസ്തു ഇപ്പൊ ഏത് അവസ്ഥയിലാണോ ഇരിക്കുന്നത് ആ അവസ്ഥ തന്നെ തുടരാനുള്ള ആ വസ്തുവിന്റെ ടെൻഡൻസിക്ക് പറയുന്ന പേരാണ് ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ. ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരു കല്ല് ഇതാ ഇവിടെ ഇരിക്കുന്നു. വെറുതെ നിശ്ചലാവസ്ഥയിലാണ് കല്ലിരിക്കുന്നത്. ഈ കല്ലിന് ചലനാവസ്ഥയിലേക്ക് പോകാൻ പറ്റുന്നില്ല. അതിപ്പോ നിശ്ചലാവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ കല്ലിന് നിശ്ചലാവസ്ഥയിൽ തന്നെ ഇരിക്കാനുള്ള ഒരു ടെൻഡൻസി, ഒരു പ്രവണത, അതിന് പറയുന്ന പേരാണ് ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒരു വസ്തു ഇപ്പൊ ഏത് അവസ്ഥയിലാണോ ഇരിക്കുന്നത് അതേ അവസ്ഥ തന്നെ തുടരാനുള്ള ഒരു വസ്തുവിന്റെ പ്രവണതയാണ് ജഡത്വം എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു വസ്തുവിന് സ്വയം അതിന്റെ അവസ്ഥ മാറ്റാനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം എന്ന് പറയാം. ഇപ്പൊ ഈ കല്ല് നിശ്ചലാവസ്ഥയിലല്ലേ ഇരിക്കുന്നത്. സ്വന്തമായിട്ട് ആ കല്ലിന് ചലനാവസ്ഥയിലേക്ക് പോകാൻ പറ്റുമോ? അതിന്റെ അവസ്ഥ മാറ്റാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഒരു വസ്തുവിന് സ്വന്തമായിട്ട് അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ, ആ കഴിവില്ലായ്മയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രധാനമായിട്ടും 2 തരം ജഡത്വമുണ്ട്. നമുക്ക് 3 തരമുണ്ട്. അതിൽ നമ്മൾ ഈ ഒരു PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരു 2 എണ്ണമാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കിക്കോ, നിശ്ചല ജഡത്വവുമുണ്ട്, നിശ്ചല ജഡത്വവുമുണ്ട്, അതേപോലെ ചലന ജഡത്വമുണ്ട്. നിശ്ചല ജഡത്വവുമുണ്ട്, ചലന ജഡത്വമുണ്ട്. നിശ്ചല ജഡത്വം എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ചലന ജഡത്വം എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ഓഫ് മോഷൻ. ഓക്കെ, എന്താണ് നിശ്ചല ജഡത്വം? നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള ഒരു ടെൻഡൻസി, ഒരു പ്രവണത, അതിന് പറയുന്ന പേരാണ് നിശ്ചല ജഡത്വം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് ചലനാവസ്ഥയിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിന്റെ കഴിവില്ലായ്മ, അതാണ് നിശ്ചല ജഡത്വം എന്ന് പറയാം. ഇനി ചലന ജഡത്വത്തെ എങ്ങനെ പറയാം? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ചലനാവസ്ഥയിൽ തന്നെ തുടരാനുള്ള കഴിവ്, അതിനെയാണ് ചലന ജഡത്വം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പറയാം, ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് നിശ്ചലാവസ്ഥയിലേക്ക് വരാനുള്ള കഴിവില്ലായ്മ, അതാണ് ചലന ജഡത്വം എന്ന് പറയാം. ഇതിന്റെ എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു അത്ലറ്റ് ഇങ്ങനെ ഓടി വരികയാണ്, ഒരു 1000 മീറ്റർ ഓട്ടത്തിൽ ഇങ്ങനെ ഓടി വരുന്നു. ഓക്കെ,
ഇങ്ങനെ ഓടി വന്ന് ഫിനിഷിംഗ് ഒരു റിബൺ കെട്ടിയിട്ടിട്ടുണ്ട്. ആ റിബണിന്റെ അടുത്ത് എത്തുമ്പോൾ അയാൾക്ക് സ്വിച്ച് ഇട്ടതുപോലെ അവിടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. അതിന്റെ കാരണം എന്താ? അയാളുടെ ബോഡി ചലനാവസ്ഥയിലായിരുന്നു അല്ലെ. പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? അദ്ദേഹത്തിന് നിശ്ചലാവസ്ഥയിലേക്ക് വരാൻ പറ്റില്ല. അദ്ദേഹം കുറച്ചുകൂടി സ്റ്റെപ്പ് ഓടിയിട്ടാണ് നിശ്ചല അവസ്ഥയിലേക്ക് വരുന്നത് അല്ലെ. അപ്പൊ ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഇത് ചലന ജഡത്വത്തിന്റെ എക്സാമ്പിൾ ആണ്. ഇനേർഷ്യ ഓഫ് മോഷന്റെ എക്സാമ്പിൾ ആണ്. മനസ്സിലായോ? ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്, അതിനകത്ത് ഒരാൾ നിൽക്കുന്നു. പെട്ടെന്ന് ബസ് ബ്രേക്ക് ഡൗൺ അല്ല, ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ എന്താവുന്നു? അയാള് ഫ്രണ്ടിലേക്ക് വീഴുന്നു അല്ലെ, മുന്നിലേക്ക് വീഴുന്നു. അതിന്റെ കാരണവും ചലന ജഡത്വമാണ്. അതായത് ഇപ്പൊ ഒരു ബസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചലനത്തിലാണ് അല്ലെ, അതിനകത്ത് നിൽക്കുന്ന ആള് ചലനത്തിലാണ്. പെട്ടെന്ന് ബസ് ബ്രേക്ക് ഇട്ട സമയത്ത് ആ ബസ് നിശ്ചലാവസ്ഥയിലേക്ക് വരികയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ബോഡി ചലിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നിശ്ചലാവസ്ഥയിലേക്ക് വരാൻ സാധിക്കുന്നില്ല. ഫ്രണ്ടിലോട്ട് ചലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെയാണ് മുന്നോട്ട് വീണു പോകുന്നത്. ഇത് ചലന ജഡത്വത്തിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ. മാവിന്റെ കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങ പെട്ടെന്ന് ഞെട്ടറ്റ് താഴേക്ക് വീഴുന്നു. ആ മാവിന്റെ കൊമ്പിൽ ഉണ്ടായിരുന്ന മാങ്ങ അത്രയും സമയം നിശ്ചലാവസ്ഥയിലായിരുന്നു അല്ലെ. നമ്മൾ പെട്ടെന്ന് കുലുക്കിയപ്പോൾ അതിന് ചലിക്കാൻ പറ്റുന്നില്ല, അത് താഴെ വീണു പോകുന്നു. ഇത് നിശ്ചല ജഡത്വത്തിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ. ഇനി നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൽ ഒരാൾ ഇരിക്കുകയാണ്. ഓക്കെ. അയാൾ ഏതവസ്ഥയിലാ? നിശ്ചലാവസ്ഥയിലാണ് അല്ലെ. പെട്ടെന്ന് ഡ്രൈവർ ബസ് എടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിന്നിലേക്ക് വീണു പോകും. അതിന്റെ കാരണം എന്താണ്? നിശ്ചല ജഡത്വമാണ്. നമ്മുടെ ബോഡി നിശ്ചലാവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് ഡ്രൈവർ ബസ് എടുത്തപ്പോൾ നമുക്ക് ചലിക്കാൻ പറ്റുന്നില്ല, ചലിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിന്നിലേക്ക് വീണു പോയത്. അത് നിശ്ചല ജഡത്വത്തിന്റെ എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയി? ഇനി ഒരെണ്ണം കൂടിയുണ്ട്. ദിശാജഡത്വം എന്നൊരു സംഭവം ഉണ്ട്. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് സ്വന്തമായിട്ട് അതിന്റെ ദിശ മാറ്റാൻ പറ്റുന്നില്ല. പെട്ടെന്ന് അതിന്റെ ദിശ മാറ്റാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട്, അതാണ് ദിശാജഡത്വം. ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറയും. നമുക്കിവിടെ ഒരു 10th 12th ലെവൽ എക്സാം വരെയും നമുക്ക് ഒരു നിശ്ചല ജഡത്വവും ചലന ജഡത്വമാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഓക്കെ. ജഡത്വ നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരെന്ന് ചോദിച്ചാൽ ജഡത്വ നിയമം കൊണ്ടുവന്നത് ഗലീലിയോ ഗലീലിയാണ്. ജഡത്വം എന്ന ആശയം ആദ്യമായിട്ട് പറയുന്നത് ഗലീലിയോ ഗലീലി ആണ്. ഇനി ന്യൂട്ടൺ എത്ര ചലന നിയമങ്ങളുണ്ട്? 3 ചലന നിയമങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചലന നിയമം ജഡത്വ നിയമം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ ചലന നിയമം ജഡത്വ നിയമം എന്ന പേരിലും എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. ഓക്കെ. ഒന്നാമത്തെ ചലന നിയമം ജഡത്വ നിയമം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലെ. 8ാമത്തെ ചോദ്യം. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏത്? ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ജാൻ ടെല്ലർ മെറ്റൽ. ഏതാണ്? ജാൻ ടെല്ലർ മെറ്റൽ. ഇത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ദ്രവ്യത്തിന് എത്ര അവസ്ഥയുണ്ട് എന്ന് PSC ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ PSC ഇതുവരെയും കൊടുത്തിട്ടുള്ള ആൻസർ 7 ആണ്. പക്ഷെ ദ്രവ്യത്തിന് 7 അവസ്ഥയേ ഉള്ളൂ എന്ന് വെച്ചാൽ അല്ല. ദ്രവ്യത്തിന് അനേകം അവസ്ഥകളുണ്ട്. ഒരുപാട് അവസ്ഥകൾ ദ്രവ്യത്തിനുണ്ട്. PSC ഇതുവരെ 7 എന്നുള്ളൊരു ആൻസർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഈ PSC തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏതെന്നുള്ളത്. അപ്പോൾ ഈ ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏതെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷവും നടന്ന പരീക്ഷയിൽ ദ്രവ്യത്തിന് എത്ര അവസ്ഥയുണ്ടെന്ന് ചോദിച്ചപ്പോൾ PSC 7 തന്നെ ആൻസർ കൊടുത്തു. അപ്പൊ ഇതുവരെയും ദ്രവ്യത്തിന് എത്ര അവസ്ഥയുണ്ടെന്നുള്ള ക്വസ്റ്റ്യന് 7-നപ്പുറം ഒരു ആൻസർ PSC കൊടുത്തിട്ടില്ല. എന്നാലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ആ അവസ്ഥകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1ാമത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം, ഖരം. 2ാമത്തെ അവസ്ഥ ദ്രാവകം. 3ാമത്തെ അവസ്ഥ വാതകം. ഈ 4 തൊട്ടുള്ള അവസ്ഥകൾ PSC സ്ഥിരമായിട്ട് ചോദിക്കലുണ്ട്. ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മ. ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥ പ്ലാസ്മ. 5ാമത്തെ അവസ്ഥ ഏതാ? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിന്റെ 6ാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ദ്രവ്യത്തിന്റെ 6ാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ദ്രവ്യത്തിന്റെ 7ാമത്തെ അവസ്ഥ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയാണ് ദ്രവ്യത്തിന്റെ 7ാമത്തെ അവസ്ഥ. ഓക്കെ. 8ാമത്തെ അവസ്ഥ റിഡ്ബർഗ് മാറ്റർ. 8ാമത്തെ അവസ്ഥ റിഡ്ബർഗ് മാറ്റർ ആണ് 8ാമത്തെ അവസ്ഥ. ഇനി 9ാമത്തെ അവസ്ഥയാണ് ഏത്? ജാൻ ടെല്ലർ മെറ്റൽ. ഇതാണ് PSC ഇപ്പൊ പ്രീവിയസ് ആയിട്ട് ചോദിച്ചത്. ജാൻ ടെല്ലർ മെറ്റൽ നമ്മുടെ 9ാമത്തെ അവസ്ഥയാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചത്. ജാൻ ടെല്ലർ മെറ്റൽ. 10ാമത്തെ അവസ്ഥ
ക്വാണ്ടം സ്പിൻ ലിക്വിഡ്. ക്വാണ്ടം സ്പിൻ ലിക്വിഡ്. ക്വാണ്ടം സ്പിൻ ലിക്വിഡ്. ഈ ക്വാണ്ടം സ്പിൻ ലിക്വിഡ് ഇല്ലെങ്കിൽ 10ാമത്തെ അവസ്ഥയായിട്ട് നമുക്ക് കളർ ഗ്ലാസ് കണ്ടൻസേറ്റിനെ എഴുതാം. കളർ ഗ്ലാസ് കണ്ടൻസേറ്റ്. ഓക്കെ, 10ാമത്തെ അവസ്ഥയായിട്ട് ക്വാണ്ടം സ്പിൻ ലിക്വിഡിനെ എഴുതുക. അതല്ലെങ്കിൽ കളർ ഗ്ലാസ് കണ്ടൻസേറ്റിനെ നമുക്ക് എഴുതാം. ഇതിൽ ഈ ഒരു 9ാമത്തെ അവസ്ഥയാണ് ഇപ്പൊ PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചത്. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ജാൻ ടെല്ലർ മെറ്റൽ ആണ്. ഈ ഒരു ജാൻ ടെല്ലർ മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യവും കൂടി PSC ചോദിച്ചിട്ടുണ്ട്. ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായും അവതരിക്കാൻ കഴിവുള്ള ദ്രവ്യരൂപം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ജാൻ ടെല്ലർ മെറ്റൽ ആണ്. അതായത് വൈദ്യുതിയെ കടത്തിവിടുന്ന സാധനങ്ങളാണ് വൈദ്യുത ചാലകങ്ങൾ, കണ്ടക്ടേഴ്സ്. വൈദ്യുതിനെ കടത്തിവിടാത്ത ആൾക്കാരാണ് വിദ്യുത് രോധികൾ, വൈദ്യുത രോധി, ഇൻസുലേറ്റേഴ്സ് എന്ന് പറയും. ഇത് രണ്ടുമായിട്ടും പ്രവർത്തിക്കാൻ കഴിവുള്ള ദ്രവ്യത്തിന്റെ രൂപമാണ് ഏത്? ജാൻ ടെല്ലർ മെറ്റൽ. ഓക്കെ, ജാൻ ടെല്ലർ മെറ്റൽ. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിൽ 4, 5, 6, 7 ഇത്രയും പ്രീവിയസ് ആണ്. ഈ 9ഉം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ജാൻ ടെല്ലർ മെറ്റൽ. അടുത്തത്, ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏത് ബലം കൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, അഡ്ഹീഷൻ ബലം അല്ലെങ്കിൽ അഡിഷൻ ബലം. എന്താണ് അഡിഷൻ ബലം? നമുക്ക് നോക്കാം. വ്യത്യസ്ത ഇനം തന്മാത്രകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ബലമാണ് അഡ്ഹീഷൻ ബലം. വ്യത്യസ്ത ഇനം തന്മാത്രകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ബലമാണ് എന്ത് ബലം? അഡ്ഹീഷൻ ബലം അല്ലെങ്കിൽ അഡ്ഹീഷൻ. ഓക്കെ, വ്യത്യസ്ത ഇനം തന്മാത്രകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ബലം. അതായത് ഇപ്പൊ എക്സാമ്പിൾസ് നോക്കാം. ചോക്ക് ഉപയോഗിച്ച് നമ്മൾ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നു. ബ്ലാക്ക് ബോർഡിലുള്ള തന്മാത്രകൾ വേറെയാണ്, ആ ചോക്ക് കഷ്ണത്തിലുള്ള തന്മാത്രകൾ വേറെയാണ്. അപ്പൊ ഈ ചോക്ക് കഷ്ണങ്ങൾ ആ ബ്ലാക്ക് ബോർഡിൽ പറ്റി പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ചോക്കിലെ തന്മാത്രയും ബ്ലാക്ക് ബോർഡിലെ തന്മാത്രയും വ്യത്യസ്ത ഇനം തന്മാത്രകളാണ് അല്ലെ. അപ്പൊ ഇവര് തമ്മിലുള്ള ആകർഷണ ബലം കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? അത് തമ്മിൽ കൂടിച്ചേർന്നത്. അഡ്ഹീഷൻ ബലമാണ് ഇവിടുത്തെ ആൻസർ. ഇനി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു കമ്പ്, എന്തെങ്കിലും ഒരു കഷ്ണം, ഒരു കമ്പോ എന്തെങ്കിലും നമ്മൾ ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ടിട്ട് നമ്മൾ ആ ഒരു പെൻസിൽ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ പെൻസിലിൽ ഈ ജലത്തിന്റെ തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കില്ലേ? ഇരിക്കുമല്ലോ. അവിടെ വെള്ളത്തിന്റെ തന്മാത്രകൾ ഡിഫറന്റ് ആണ്, ആ പെൻസിലിലുള്ള തന്മാത്രകളും ഡിഫറന്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു പെൻസിലിൽ ആ ജലത്തുള്ളികൾ പറ്റിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആൾക്കാർ തമ്മിൽ ആകർഷണ ബലം ഉള്ളത് കൊണ്ടാണ് പറ്റിപ്പിടിച്ചത്, ശരിയല്ലേ? അപ്പോൾ ഇതും ഏത് തരം ബലമാണ്? ഇതും അഡ്ഹീഷൻ ബലമാണ് അല്ലെങ്കിൽ അഡിഷൻ ബലമാണ്. വ്യത്യസ്ത ഇനം തന്മാത്രകൾക്കിടയിലുള്ള ആകർഷണ ബലം. ഇനി അടുത്തത്, ഒരേ ഇനം തന്മാത്രകൾക്കിടയിലുള്ള ആകർഷണ ബലം എന്താ? ഒരേ ഇനം തന്മാത്രകൾക്കിടയിലുള്ള ആകർഷണ ബലം അത് കൊഹിഷൻ ആണ്. കൊഹിഷൻ എന്ന് പറയും. ഒരേ ഇനം തന്മാത്രകൾക്കിടയിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ. എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസിന്റെ ഒരു പ്ലേറ്റ്, ഒരു ഗ്ലാസിന്റെ ഒരു പീസ് എടുത്തു. ഞാൻ ഇവിടെ ഒരു വെള്ളത്തിന്റെ ഒരു തുള്ളി ഞാൻ ഇവിടെ ഉറ്റിച്ചു, ഇവിടെ ഒരു വെള്ളത്തിന്റെ തുള്ളി ഉറ്റിച്ചു. ഞാനൊരു പെൻസിൽ ഉപയോഗിച്ച് ഈ 2 വെള്ളത്തിന്റെ തുള്ളിനെയും അടുത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഇത് രണ്ടും കൂടി ചേർന്ന് ഒറ്റ തുള്ളിയായിട്ട് മാറില്ലേ? അവിടെ രണ്ടും ജലത്തിന്റെ തുള്ളിയായിരുന്നു അല്ലെ. രണ്ടുപേരും ഒരേ ഇനം തന്മാത്രയായിരുന്നു. ഈ ഒരേ ഇനം തന്മാത്രകൾ തമ്മിൽ ഒരു ആകർഷണ ബലമുണ്ടായി, അതുകൊണ്ടാണ് ഒറ്റ തുള്ളിയായിട്ട് മാറിയത്. ഇത് കൊഹിഷൻ ആണ്. അതേസമയം ആ ഗ്ലാസും ആ വെള്ളവും തമ്മിലുള്ള ആകർഷണ ബലം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാന്ന് പറയും? അവിടെ വ്യത്യസ്ത ഇനം തന്മാത്രകളല്ലേ, അവിടെ അനുഭവപ്പെടുന്ന ആകർഷണ ബലം അഡിഷൻ ആണ് അല്ലെങ്കിൽ അഡ്ഹീഷൻ ബലം ആണ്. ഓക്കെ, ശരി. ഈ ഓപ്ഷനിലുള്ള വിസ്കസ് ബലം എന്താണ്? ഈ വിസ്കസ് ബലം, വിസ്കോസിറ്റി. ഇപ്പൊ നമ്മൾ ഒരു ദ്രാവകത്തിന് ഒഴുകാനുള്ള തടസ്സത്തിന് പറയുന്ന പേരാണ് വിസ്കസ് ബലം അല്ലെങ്കിൽ വിസ്കോസിറ്റി. ദ്രാവകത്തിന് ഒഴുകാനുള്ള തടസ്സം. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ കുറച്ച് വെള്ളം ഒരു പ്രതലത്തിൽ കൂടെ ഒഴിച്ചു. വെള്ളം വളരെ ഈസി ആയിട്ട് ഒഴുകി താഴേക്ക് വരുമല്ലോ. കുറച്ച് തേനാണ് ഒഴിച്ചതെങ്കിലോ അത്രയും സ്പീഡായിട്ട് ആ തേൻ ഒഴുകി താഴേക്ക് വരുമോ? ഇല്ല. ആ തേൻ കുറച്ചുകൂടി കൊഴുത്ത ദ്രാവകമാണ്, അതിന് ഒഴുകി വരാനൊരു തടസ്സമുണ്ട് അല്ലെ. ആ ഒഴുകാനുള്ള തടസ്സത്തിന് പറയുന്ന പേരാണ് വിസ്കസ് ബലം അല്ലെങ്കിൽ വിസ്കോസിറ്റി. തേനിന് വിസ്കോസിറ്റി കൂടുതലാണ്, വെള്ളത്തിന്റെ വിസ്കോസിറ്റി കുറവാണ്. അതൊക്കെ നമുക്ക് വഴിയെ കാര്യങ്ങളൊക്കെ പഠിക്കാം കേട്ടോ. അതൊക്കെ പിന്നീട് നമുക്ക് പഠിച്ചു പോകാം. ഇപ്പൊ ഇതിന്റെ ആൻസർ മനസ്സിലായല്ലോ. പ്രതല ബലവും ഒക്കെ നമുക്ക് മറ്റൊരു സെഷനിൽ എന്ത് ചെയ്യാം? പഠിക്കാം. 10. 1000 kg മാസുള്ള കാറും 2000 kg മാസുള്ള ബസ്സും ഒരേ പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ ഏതിനാണ് ആക്കം കൂടുതൽ? ആക്കം നമുക്കറിയാം, P = mv എന്നുള്ളതാണ് ആക്കം അല്ലെ. P = mv എന്നുള്ളതാണ് ആക്കം. ഇവിടെ
നമ്മൾ പറയുന്നു പ്രവേഗം സെയിം ആണ്. 1000 കിലോഗ്രാം മാസുള്ള ഒരു കാറുണ്ട്, 2000 കിലോഗ്രാം മാസുള്ള ഒരു ബസ്സുണ്ട്. രണ്ടുപേരുടെയും പ്രവേഗം സെയിം ആണ്. അപ്പൊ പി ആക്കം എന്ന് പറഞ്ഞാൽ എമ്മും വിയും കൂടി ഗുണിക്കുന്നതാണ് ആക്കം. പ്രവേഗം സെയിം ആണെങ്കിൽ മാസ് കൂടിയ ആൾക്കായിരിക്കില്ലേ കൂടുതൽ ആക്കം ഉണ്ടാവുക? മാസ് കൂടിയ ആൾക്കാണ് കൂടുതൽ ആക്കം ഉണ്ടാവുക. ഇവിടെ 1000, നമ്മുടെ കാറിന്റെ മാസ് 1000 ആണ്, ബസ്സിന്റെ മാസ് 2000 ആണ്. അപ്പൊ മാസ് കൂടിയ ആള് ബസ്സാണ്. അപ്പൊ ബസ്സിനായിരിക്കും കൂടുതൽ ആക്കം ഉണ്ടാവുക. 2000 കിലോഗ്രാം മാസുള്ള ബസ്സിനായിരിക്കും കൂടുതൽ ആക്കം ഉണ്ടാവുക. ഓക്കെ, അടുത്തത് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. മനുഷ്യന്റെ ജോലി എളുപ്പമാക്കുന്ന ലഘുയന്ത്രങ്ങളാണ് എന്ത്? ഉത്തോലകങ്ങൾ. ഇപ്പൊ നമ്മള് കത്രിക, നമ്മൾ കൈ കൊണ്ടൊരു സാധനം മുറിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് കത്രിക ഉപയോഗിച്ച് മുറിക്കാൻ, അല്ലെ? നമ്മുടെ നാരങ്ങ നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് നാരങ്ങ ഞെക്കി ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കാൻ, അല്ലെ? കപ്പി ഉപയോഗിച്ച് കിണറിൽ നിന്ന് വെള്ളം കോരാൻ എളുപ്പമാണ് വെറുതെ നമ്മൾ കപ്പി ഇല്ലാണ്ട് കോരുന്നതിനേക്കാൾ. അപ്പോൾ ഇങ്ങനെ മനുഷ്യന്റെ ജോലി എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഇത്തരം വസ്തുക്കളാണ് ഉത്തോലകങ്ങൾ അല്ലെങ്കിൽ ലിവേഴ്സ് എന്ന് പറയുന്നത്. ഉത്തോലകങ്ങൾ 3 ടൈപ്പ് ഉണ്ട്. ഒന്നാം വർഗ ഉത്തോലകം, രണ്ടാം വർഗ ഉത്തോലകം, മൂന്നാം വർഗ ഉത്തോലകം എന്ന് 3 ടൈപ്പ് ഉത്തോലകങ്ങളുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പഠിക്കാം. ഈ ഉത്തോലകത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ ഞാനൊരു കത്രിക എടുത്തു. ഓക്കെ, ഒരു ഉത്തോലകത്തിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഇതിൽ ഈ കത്രിക ആലോചിക്കുമ്പോൾ ഈ കത്രിക ചലിക്കുന്ന ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ടല്ലോ. ഈ കത്രിക ചലിക്കാൻ ആധാരമാകുന്ന, ഈ കത്രികനെ നമ്മൾ ഇവിടെയാണ് ജോയിൻ ചെയ്ത് വെച്ചേക്കുന്നത്, അല്ലെ? ആ കത്രിക ചലിക്കാൻ ആധാരമാകുന്ന ഒരു ഫിക്സഡ് പോയിന്റ്, ഒരു നിശ്ചിത ബിന്ദു. ആ നിശ്ചിത ബിന്ദുവിന് പറയുന്ന പേര് ധാരം എന്നാണ്. ആ നിശ്ചിത ബിന്ദുവിന് പറയുന്ന പേരെന്താണ്? ധാരം. ഓക്കെ, ഒരു ഉത്തോലകം ചലിക്കാൻ ആധാരമാകുന്ന ബിന്ദുവാണ് ഏത്? ധാരം. ഇപ്പൊ ഒരു കത്രിക എടുത്തു കഴിഞ്ഞാൽ ആ കത്രികയിൽ ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ടാകും. ആ ഫിക്സഡ് പോയിന്റിന് പറയുന്ന പേരാണ് ധാരം. ഇവിടെയാണ് ആ ഫിക്സഡ് പോയിന്റ്, നടുവിലാ വരുന്നത്, അല്ലെ? ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പോയിന്റ്, അതാണ് ധാരം. ഇനി നമ്മൾ എവിടെയാണോ ബലം കൊടുക്കുന്നത്, നമ്മൾ ഈ കത്രികയിൽ ഈ ഒരു ഭാഗത്തല്ലേ നമ്മൾ പിടിക്കുന്നത്, ഇവിടെയല്ലേ നമ്മൾ ബലം കൊടുക്കുക. ആ ബലം കൊടുക്കുന്ന ഭാഗത്തെ നമ്മൾ യത്നം എന്നാണ് വിളിക്കുന്നത്. എഫേർട്ട് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? യത്നം അല്ലെങ്കിൽ എഫേർട്ട് എന്ന് വിളിക്കും. യത്നം എന്ന് വിളിക്കും, എഫേർട്ട്. ഇനി നമുക്ക് മുറിക്കാനുള്ള വസ്തുവിനെ നമ്മൾ ഇവിടെയല്ലേ വെക്കുന്നത്. ആ ഉത്തോലകം ഉപയോഗിച്ച് നമ്മൾ എന്തിനെയാണോ നേരിടുന്നത്, ഏത് സാധനത്തിനെയാണോ നമ്മൾ മുറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെയാണോ നമ്മൾ നേരിടുന്നത്, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് രോധം എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുന്നത്? രോധം എന്ന് വിളിക്കും. അപ്പൊ ഒരു ഉത്തോലകത്തിന് എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളുണ്ട്. ധാരം, രോധം, യത്നം. എന്താണ് ധാരം? ഒരു ഉത്തോലകം ചലിക്കാൻ ആധാരമാകുന്ന നിശ്ചിത ബിന്ദു, ഒരു ഫിക്സ്ഡ് പോയിന്റ്. ആ ഫിക്സ്ഡ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ധാരം. ആ ഉത്തോലകത്തിൽ നമ്മൾ എവിടെയാണോ ബലം കൊടുക്കുന്നത് ആ ഒരു ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് യത്നം. ഇനി ആ ഉത്തോലകം ഉപയോഗിച്ച് നമ്മൾ എന്തിനെയാണോ നേരിടുന്നത് അതിന് വിളിക്കുന്ന പേരാണ് രോധം. എന്താണ് വിളിക്കുന്നത്? രോധം എന്ന് വിളിക്കും. ഓക്കെ, രോധം. ഓക്കെ, നമുക്ക് അവിടെ ഒരു കോഡ് പഠിക്കാം കേട്ടോ. DRY, ഡ്രൈ എന്ന് പഠിക്കാം. D ഫോർ ധാരം, R ഫോർ രോധം, Y ഫോർ യത്നം. ഡ്രൈ എന്ന് പഠിക്കാം. ധാരം, രോധം, യത്നം. ഓക്കെ അല്ലേ? ശരി. ഇതില് ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറഞ്ഞാൽ ഈ ആദ്യം കാണുന്ന D നടുവിൽ വരും, ധാരം നടുവിൽ വരും. രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറഞ്ഞാൽ R, രോധം നടുവിൽ വരും. മൂന്നാം വർഗ ഉത്തോലകം എന്ന് പറഞ്ഞാൽ Y, യത്നമാണ് നടുവിൽ വരിക. ഇവിടെ ഇപ്പം ഒന്നാം വർഗ ഉത്തോലകം ഏതെന്നല്ലേ ക്വസ്റ്റ്യൻ. അപ്പൊ നടുവിൽ വരേണ്ടത് ഏതാ? നടുവിൽ വരേണ്ടത് ധാരമാണ്. നടുവിൽ വരേണ്ടത് ഫിക്സഡ് പോയിന്റ് ആണ് നടുവിൽ വരേണ്ടത്. ഈ കത്രിക എടുത്ത് നോക്കിക്കേ. കത്രികയുടെ ഈ ലാസ്റ്റ് ഇവിടെ യത്നമാണ് വരുന്നത്, നടുവിൽ ധാരം വരുന്നുണ്ട്, രോധം ഈ അവസാനമാണ് രോധം വരുന്നത്. ശരിയല്ലേ? രോധം വരുന്ന അവസാനം, നടുവില് ധാരം, നമ്മൾ ആ തുടക്കം പിടിക്കുന്ന ആ ഒരു ഭാഗത്ത് യത്നം. അപ്പൊ നടുവില് ധാരം വന്നാൽ ഇത് എത്രാം വർഗ ഉത്തോലകം? ഇത് ഒന്നാം വർഗ ഉത്തോലകം. അപ്പൊ കത്രികയാണ് ആൻസർ. ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ എന്താ? കത്രികയാണ്. ഉത്തോലകങ്ങൾ നമുക്ക് രണ്ടാം വർഗവും മൂന്നാം വർഗവും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയതുകൊണ്ട് നമ്മൾ അതിന്റെ കണക്റ്റഡ് പോയിന്റ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തതേത്? എന്താണിടാ ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ? ഒരു തുലന സ്ഥാനത്തെ ആധാരമാക്കി ഒരു വസ്തു മുൻപോട്ടും പിൻപോട്ടും ചലിക്കുന്നു. ഒരു തുലന സ്ഥാനത്തെ ആധാരമാക്കി ഒരു വസ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ.
ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ. ഇപ്പൊ ഒരു പെൻഡുലം ക്ലോക്കിലെ പെൻഡുലം എടുക്കുക. ആ പെൻഡുലം അങ്ങോട്ട് ചലിക്കുന്നു, ഇങ്ങോട്ടും ചലിക്കുന്നു അല്ലെ. ഈ ഒരു തുലന സ്ഥാനത്തെ ആധാരമാക്കിയിട്ട് ആ ഒരു വസ്തു എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതാണ് ദോലനം. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം ദോലനത്തിന്റെ എക്സാമ്പിൾ ആണല്ലോ. ഊഞ്ഞാലിന്റെ ചലനം, ഊഞ്ഞാൽ നമ്മൾ കെട്ടിയിട്ടിരിക്കുന്നു, നമ്മൾ ആട്ടുന്ന സമയത്ത് ഫ്രണ്ടിലോട്ട് പോകുന്നു, ബാക്കിലോട്ട് പോകുന്നു, ദോലനമാണല്ലോ. ആണ്. വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം ദോലനമല്ലേ. നമ്മൾ റബ്ബർ ബാൻഡ് ഇങ്ങനെ എടുത്തു, നമ്മളിങ്ങനെ തട്ടുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു റബ്ബർ ബാൻഡ് ചലിക്കുന്നത്. ഇങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ദോലനത്തിന് നമ്മൾ മറ്റൊരു പേര് പറയും, കമ്പനം എന്നും പറയും. നമ്മൾ റബ്ബർ ബാൻഡിൽ കാണുന്ന ആ ഒരു ചലനത്തെ കമ്പനം എന്ന് പറയാം, വൈബ്രേഷൻ എന്ന് പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു ദോലനം തന്നെയാണ് അല്ലെ. മുന്നോട്ടും പിന്നോട്ടും തന്നെയാണ് അവിടെ സഞ്ചരിക്കുന്നത്. അതൊരു ദോലനമാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്കതിനെ കമ്പനം എന്നും വിളിക്കാം. ആക്ച്വലി അതൊരു ദോലനത്തിന്റെ എക്സാമ്പിളും കൂടി ആണ്. ഇനി അപ്പൊ ഇവിടെ ആൻസർ ഏതാ? ആൻസർ ഡി ആണ്. സൂര്യന്റെ ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത് എന്തിന്റെ എക്സാമ്പിൾ? അത് പരിക്രമണം അല്ലെങ്കിൽ വർത്തുള ചലനം, അതിന്റെയൊക്കെ എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. ദോലനം അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ചലിക്കുന്ന, ഒരു വൃത്തപാതയിലാണ് ചലിക്കുന്നത്. അത് വർത്തുള ചലനത്തിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജത്തിന് എന്ത് സംഭവിക്കും? ഓക്കെ, ഗതികോർജത്തിന്റെ ഇക്വേഷൻ എന്താ? ഹാഫ് mv². മാസ് പകുതിയായി എന്ന് പറയുമ്പോൾ m/2 ആയിട്ട് മാറി അല്ലെ. ക്ലാസ്സിലൊക്കെ നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്, സിമ്പിൾ ആണ്. ആ ഒരു വഴി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. പ്രവേഗം ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ v2v ആയി. അങ്ങനെയാണെങ്കിൽ ഗതികോർജത്തിന് എന്ത് സംഭവിക്കും? ഹാഫ് ഇൻറ്റു എമ്മിന് പകരം ഇനി കൊടുക്കേണ്ടത് m/2 ആണ്. എമ്മിന് പകരം m/2 കൊടുക്കണം. വിക്ക് പകരം 2v കൊടുക്കണം. അപ്പൊ 2v ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ശരി. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ ആയ ഹാഫ് mv² അങ്ങനെ തന്നെ ഇടുക. എക്സ്ട്രാ എന്തൊക്കെ കിടക്കുന്നോ ആ സാധനങ്ങൾ നമ്മൾ ഫ്രണ്ടിലോട്ട് മാറ്റുക. എക്സ്ട്രാ ഇവിടെ m/2 ഒരു 2 കിടപ്പുണ്ട്. അതായത് താഴെയല്ലേ 2 കിടക്കുന്നേ. അപ്പൊ നമ്മൾ പുറത്തോട്ട് എടുക്കുമ്പോൾ എങ്ങനെയാണത് വരിക? ഹാഫ് ആയിട്ടാണത് പുറത്തേക്ക് വരിക അല്ലെ. ഈ കിടക്കുന്ന 2 ഹാഫ് ആയിട്ടാണ് പുറത്തേക്ക് വരിക. ഇവിടെ 2ന്റെ സ്ക്വയർ ഉണ്ട്. 2ന്റെ സ്ക്വയർ 4 ആണ്. ആ 4നെയും കൂടെ ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കി നമ്മുടെ ഹാഫ് mv² ഉണ്ട്. ഈ കിടക്കുന്ന 2നെയും 4നെയും കൂടെ വെട്ടിയാൽ മുകളിൽ ഒരു 2 വരും. നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ ഹാഫ് mv² ആണ്. അതിപ്പോ പുറത്തൊരു 2 വന്നു എന്ന് പറഞ്ഞാൽ അത് ഇരട്ടിയായി എന്നാണ് അർത്ഥം. നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന ഗതികോർജം ഇപ്പൊ എത്രയായി? ഇപ്പൊ അത് ഇരട്ടിയായി. ഗതികോർജം എത്രയായി? ഗതികോർജം ഇരട്ടിയായി. അപ്പൊ വസ്തുവിന്റെ മാസ് പകുതിയാക്കുകയും പ്രവേഗം ഇരട്ടിയാക്കുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജം ഇരട്ടിയാകുന്നു. ഓക്കെ, ഇരട്ടിയായിട്ട് മാറും. ഓക്കെ അല്ലേ? അടുത്തത്, ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത്. സൗണ്ട് ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്? ഖരവസ്തുക്കളിലാണ് സൗണ്ട് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. അതിൽ തന്നെ ലോഹങ്ങളിലാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്, ലോഹത്തിൽ. ഓക്കെ, ശരി. ശൂന്യതയിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നുണ്ടോ? ശൂന്യതയിൽ ശബ്ദം സഞ്ചരിക്കുന്നില്ല. ഓക്കെ, വായുവിലൂടെ ശബ്ദത്തിന്റെ പ്രവേഗം എത്ര? വായുവിലൂടെ 340 മീറ്റർ/സെക്കൻഡ് ആണ്. 340 മീറ്റർ/സെക്കൻഡ് ആണ് വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നത്. 340 മീറ്റർ/സെക്കൻഡിൽ ആണ്. ഓക്കെ, ഇനി പ്രകാശമാണെങ്കിൽ പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് എവിടെ? പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലൂടെയാണ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ശബ്ദത്തിനാണെങ്കിൽ മാധ്യമം വേണം. അതുകൊണ്ടാണ് അത് ശൂന്യതയിൽ കൂടെ സഞ്ചരിക്കാത്തത്. ഓക്കെ, പ്രകാശത്തിന്റെ ശൂന്യതയിലൂടെയുള്ള പ്രവേഗം എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് പ്രകാശത്തിന്റെ ശൂന്യതയിലൂടെയുള്ള പ്രവേഗം. ഓക്കെ, നെക്സ്റ്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഒരു വസ്തുവിനെ മുന്നോട്ടോ പിന്നോട്ടോ ചലിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? അതിലോട്ട് നമ്മൾ എന്ത് കൊടുക്കണം? ബലം കൊടുക്കണം അല്ലെ. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തിക്ക് പറയുന്ന പേരാണ് എന്ത്? ബലം. ഓക്കെ, ബലം, ഫോഴ്സ് എന്ന് പറയും. ബലത്തിന്റെ യൂണിറ്റ് എന്താ? ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ബലത്തിന്റെ SI യൂണിറ്റ് എന്താന്ന് വെച്ചാൽ ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ CGS യൂണിറ്റ് എന്താണ്? ബലത്തിന്റെ CGS യൂണിറ്റ് ഡൈൻ. SI യൂണിറ്റ് ന്യൂട്ടൺ, CGS യൂണിറ്റ് ഡൈൻ.
ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ്, ഒരു 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഈ 15ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി നോക്കുക. ഏതെങ്കിലും ഒരു ഭാഗത്ത് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഭാഗം നിങ്ങൾ ഒന്ന് പോയിട്ട് പഠിക്കുക. അത് ക്ലാസ്സിൽ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്ന സമയത്തോ ഒക്കെ എന്ത് ചെയ്യും, ഒന്ന് ക്ലിയർ ആയിട്ട് അത് പഠിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, പിന്നെ ഈ PYQ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ള കാര്യവും കൂടി കമന്റ് ചെയ്യുക. 15ൽ എത്ര മാർക്ക് കിട്ടിയെന്നും കമന്റ് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തുടർന്ന് ഇതേപോലത്തെ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.